ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രോസസ് കോസ്റ്റിങ്ങിൽ ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ അതിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷൻ ആയിരുന്നു. ഇനി ഇത്രയും പറഞ്ഞ കേസിൽ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് വരുന്ന, അതായത് ഓപ്പണിംഗ് ബാലൻസ് വരുന്ന കേസും അതുപോലെ തന്നെ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് വരുന്ന കേസും കംപ്ലീറ്റഡും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിലൊന്നും പ്രോസസ് കോസ്റ്റ് തന്നിട്ടില്ലായിരുന്നു. ഇനി പ്രോസസ് കോസ്റ്റ് തരികയാണെങ്കിൽ നമുക്ക് 2 സ്റ്റേറ്റ്മെൻറ്റ് കൂടി അഡീഷണലായിട്ട് പ്രിപ്പയർ ചെയ്യണം. ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്താണ്? കോസ്റ്റ് പെർ കംപ്ലീറ്റഡ് യൂണിറ്റ് കണ്ടുപിടിക്കണം. അതായത് കംപ്ലീറ്റഡ് യൂണിറ്റിൻ്റെ ഓരോന്നിൻ്റെയും, അതായത് മെറ്റീരിയലിൻ്റെ ആണെങ്കിലും ലേബറിൻ്റെ ആണെങ്കിലും കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ അടുത്ത ഒന്നും കൂടി വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷനാണ്. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്? ഔട്ട്പുട്ട്, അതുപോലെ തന്നെ വർക്ക് ഇൻ പ്രോഗ്രസ്, അതിൻ്റെയൊക്കെ അപ്പോർഷൻമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ. ഈ 2 അഡീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സും കൂടി നമുക്ക് പ്രോസസ് കോസ്റ്റ് തരികയാണെങ്കിൽ, ക്വസ്റ്റ്യനിൽ പ്രോസസ് കോസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അഡീഷണലായിട്ട് 2 സ്റ്റേറ്റ്മെൻറ്റ്സാണ് പ്രിപ്പയർ ചെയ്യാനുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷനും. ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഇൻപുട്ട് തന്നിട്ടുണ്ട് 3800 യൂണിറ്റ്സ്, ഔട്ട്പുട്ട് 3000 യൂണിറ്റ്, ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 800 യൂണിറ്റ്, ഡിഗ്രി ഓഫ് കംപ്ലീഷൻ മെറ്റീരിയൽ 80%, ലേബർ 70%, ഓവർ ഹെഡ് 70%. ഇനി പ്രോസസ് കോസ്റ്റ് തന്നിട്ടുണ്ട്. കണ്ടോ, എക്സ്ട്രാ വന്നത് ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രോസസ് കോസ്റ്റാണ്. മെറ്റീരിയൽ 7280, ലേബർ 10680, ഓവർ ഹെഡ് 7120. ഇനി ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷൻ, കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷൻ, പ്രോസസ് അക്കൗണ്ട്. ഇത്രയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത് ഈ ഒരു ക്വസ്റ്റ്യനിൽ. ഇതിലാദ്യം തന്നെ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ പ്രിപ്പയർ ചെയ്യാനുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷനാണ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ സാധാരണ ചെയ്ത പോലെ തന്നെ ഇൻട്രൊഡ്യൂസ്ഡ്. എത്രയാണ് ഇൻട്രൊഡ്യൂസ്ഡ് ചെയ്തത്? 3800 ആണ്. നമ്മൾ ഇൻപുട്ട് കോളത്തിൽ ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞിട്ട് 3800 എഴുതി. നമുക്കിതിൽ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഒരു കോളത്തിൽ, ഇൻപുട്ട് കോളത്തിൽ ഇൻട്രൊഡ്യൂസ്ഡ് മാത്രമേ ഉള്ളൂ. അടുത്ത കോളം ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ടിൽ കംപ്ലീറ്റഡ് നമുക്ക് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ എത്രയാണ് വരുന്നത്? 3000 ആണ് അല്ലേ? ഈ കംപ്ലീറ്റഡ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റഡ് ആണ്, അതിനി കൺവേർട്ട് ചെയ്യേണ്ട. അപ്പോൾ എല്ലാത്തിലും നമ്മൾ 100% എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയാണ്. അപ്പോൾ 100% ആണ്. മെറ്റീരിയലാണെങ്കിലും ലേബറിലാണെങ്കിലും ഓവർ ഹെഡിലാണെങ്കിലും ആ 3000 യൂണിറ്റ് 100% തന്നെ കാണിക്കുകയാണ്. ഇനി ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്ന ഇതിൽ എത്രയാണ് തന്നത്? 800 ആണ്. ഈ 800ലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കൺവേർട്ട് ചെയ്യേണ്ടത് അല്ലേ? എത്ര പെർസെൻറ്റേജ് ആണോ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അതിനെ നമ്മൾ കണ്ടുപിടിക്കണം. അതിൽ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. മെറ്റീരിയൽ 80%, ലേബർ 70%, ഓവർ ഹെഡ് 70%. അതിൻ്റെ യൂണിറ്റ്സിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ആ യൂണിറ്റ്സും അതിൻ്റെ ടോട്ടൽ എത്രയാണ് ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷൻ. ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്ന ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷൻ്റെ ഈ ഒരു മെറ്റീരിയലും ലേബറും ഓവർ ഹെഡും വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. അടുത്തത് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്തിനാണ്? കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മളുടെ എലമെൻറ്റ്സ്? ഇതിൽ വരുന്ന കോളംസ് ശ്രദ്ധിക്കുക. ഫസ്റ്റ് നമ്മൾ എലമെൻറ്റ്സ് ആണ്. ഓരോ എലമെൻറ്റ്സിൻ്റെ സെപ്പറേറ്റ് കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ? അപ്പോൾ എലമെൻറ്റ്സ് നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെയാണ് കാണുന്നത്? കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ്. സാധാരണ അങ്ങനെയല്ലേ? ടോട്ടൽ കോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ യൂണിറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അതിനൊക്കെ കോസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 7280, 10680, 7120 ടോട്ടൽ മെറ്റീരിയലിന് വരുന്ന കോസ്റ്റാണത്. ലേബറിന് ടോട്ടലായിട്ട് വരുന്ന കോസ്റ്റാണത്. ഓവർ ഹെഡിന് ടോട്ടലായിട്ട് വരുന്ന കോസ്റ്റാണിത്. ഇതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് അല്ലേ? പെർ യൂണിറ്റിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ മൊത്തം ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷൻ എത്രയാണ്? നമ്മൾ നേരത്തെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷൻ ചെയ്ത സമയത്ത് മെറ്റീരിയലിൻ്റെയും ലേബറിൻ്റെയും ഓവർ ഹെഡിൻ്റെയും നമ്മൾ കംപ്ലീറ്റഡ് യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തതിൻ്റെ ടോട്ടൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷൻ ഇൻ യൂണിറ്റ്സിലായിരിക്കും.
കോസ്റ്റ് എപ്പോഴും റുപ്പീസിലായിരിക്കും. ഇനി ഈ മൊത്തം കോസ്റ്റിനെ നമ്മൾ യൂണിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും. ടോട്ടൽ കോസ്റ്റിനെ യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും. ഇത് മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡിൻ്റെയൊക്കെ കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും. ഇത് മൊത്തത്തിൽ ടോട്ടലായിട്ട് വരുന്ന എന്താ പറയുക കോസ്റ്റാണ്. മെറ്റീരിയലും ലേബറും ഓവർ ഹെഡും ഒക്കെ കൂടെ കൂട്ടിയിട്ടുള്ള കോസ്റ്റാണ് ടോട്ടൽ. അപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് വരുന്നത് 7 ആയിരിക്കും. ഇനി അവസാനമായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ ആണ്. സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ എക്സ്ട്രാ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ ആണ്. എന്തിനാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട്, നമുക്ക് വരുന്ന ഔട്ട്പുട്ടും അതുപോലെ തന്നെ വർക്ക് ഇൻ പ്രോഗ്രസ്സും, ഇനിയും ചിലപ്പോൾ ഇൻകംപ്ലീറ്റ് യൂണിറ്റ്സ് ഒക്കെ ഉണ്ടാവും. ഈ ഇൻകംപ്ലീറ്റ് യൂണിറ്റിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഔട്ട്പുട്ടിൻ്റെയൊക്കെ എങ്ങനെയാണ് കോസ്റ്റ് വരുന്നത്, അതിന് അപ്പോർഷൻമെൻറ്റ് കാണാനും അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ കാണാനും വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നോക്കുക, ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് നമുക്കറിയാം മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കംപ്ലീറ്റഡ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ തന്ന എത്രയാണ്? 3000 യൂണിറ്റ് ആണ് അല്ലേ? 3000 അല്ലേ നമുക്ക് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അതിൽ ആ 3000ൽ നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടിട്ടുണ്ട് അല്ലേ? ഒക്കെ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ചാണ് നമുക്ക് തന്നിട്ടുള്ളത്. മെറ്റീരിയൽ ആണെങ്കിലും ലേബർ ആണെങ്കിലും ഓവർ ഹെഡ് ആണെങ്കിലും ഫിനിഷ്ഡ് ഗുഡ്സിൽ വരുന്നത് 3000 ആണ്. പക്ഷേ കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ കണ്ടുപിടിച്ചത് വ്യത്യാസമുണ്ട്. 2 മെറ്റീരിയലിന് 2, ലേബറിന് 3, ഓവർ ഹെഡിന് 2 ആയിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൽ വരുമ്പോൾ ടോട്ടൽ നമ്മൾ അതിനെ റുപ്പീസിലേക്ക് മാറ്റുമ്പോൾ മെറ്റീരിയലിന് 3000 × 2 6000, ലേബറിന് 3000 × 3 9000, ഓവർ ഹെഡ് 3000 × 2 6000. അങ്ങനെ ടോട്ടൽ 21,000 ആണ് വരുന്നത്. ഇത് മൂന്നും ശരിക്കും പറഞ്ഞാൽ മൊത്തം ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ടോട്ടൽ കോസ്റ്റാണ് 21,000 എന്ന് പറയുന്നത്. ഓരോന്നിൻ്റെയും കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടു, എന്നിട്ട് നമ്മൾ അതിൻ്റെ കോസ്റ്റും കണ്ടു കഴിഞ്ഞ് അതിൻ്റെ ടോട്ടൽ കോസ്റ്റ്, ഫിനിഷ്ഡ് ഗുഡ്സിന് മാത്രമായിട്ട് വരുന്ന ടോട്ടൽ കോസ്റ്റ് 21,000 ആണ്. അതുപോലെ തന്നെ നമുക്ക് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്. അതായത് 640 അല്ലേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ നമ്മൾ കണ്ടുപിടിച്ചതാണ്. അതിനും മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്കുണ്ട്. അതിലും കോസ്റ്റ് പെർ യൂണിറ്റ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് കാണുന്നു. ടോട്ടൽ അതായത് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 4080 ആണ്. അപ്പോൾ 21,000 ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയും ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെയും നമ്മൾ സെപ്പറേറ്റ് കണ്ടു. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 25,080 ആണ്. നമ്മൾ നേരത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റിൽ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 25,080 ആണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്തു? ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെത് വേറെയും ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെത് വേറെയും കണ്ടുപിടിച്ചു. സെപ്പറേറ്റ് പിടിച്ചിട്ടുണ്ട്. അതിനാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് നമുക്ക് നോക്കേണ്ടത് പ്രോസസ് കോസ്റ്റ് ആണ്. പ്രോസസ് കോസ്റ്റ് അല്ലെങ്കിൽ പ്രോസസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ ആദ്യം തന്നെ പഠിച്ചത് പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതും. യൂണിറ്റ്സ് കോളത്തിൽ മെറ്റീരിയൽ മാത്രമേ എഴുതാറുള്ളൂ, ബാക്കി എമൗണ്ട് കോളത്തിൽ അതിൻ്റെയൊക്കെ കോസ്റ്റ് എഴുതി അല്ലേ? നമ്മളിതൊക്കെ കണ്ടുപിടിച്ച കോസ്റ്റുകളാണ്, കോസ്റ്റുകൾ തന്നിട്ടുണ്ട്, നേരിട്ട് തന്നിട്ടുള്ള കോസ്റ്റുകളാണ്. 7,280 മെറ്റീരിയൽസിന്, ലേബേഴ്സിന്, ഓവർ ഹെഡ് നമ്മളതിൻ്റെ യൂണിറ്റ്സ് കോളും അതുപോലെ തന്നെ ടോട്ടൽ കോളും കൂട്ടി. ദെൻ ഫിനിഷ്ഡ് ഇവിടെ തന്നിട്ടുണ്ട് 3,000 ആണ്. 3,000ൻ്റെ ടോട്ടൽ 7 വെച്ചിട്ട്, 7 അല്ലേ ടോട്ടൽ കോസ്റ്റ് വെച്ചിട്ട് 21,000 നമുക്ക് അതിന് കോസ്റ്റ് കിട്ടും. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത് 800 ആണ്. 800ൻ്റെയും എന്താ പറയുക, നമുക്കിവിടെ ഓൾറെഡി മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ നേരത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷനിൽ ടോട്ടൽ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എന്താ പറയുക ടോട്ടൽ കോസ്റ്റും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പ്രോസസ് കോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അതിനെ നമ്മൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഇത് ബാലൻസ് ചെയ്ത് വരും. അപ്പോൾ ഇതാണ് പ്രോസസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു മെത്തേഡിൽ വരുന്നത്. ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വിവാലൻറ്റ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കണം, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ്, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇവാലുവേഷൻ, ലാസ്റ്റ് നമ്മൾ പ്രോസസ് അക്കൗണ്ട്.